രാത്രിയിൽ ഒരു തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചു തരിക, ബാക്കി ഞാൻ തന്നെ പറയാം സമയം ലാഭിക്കാൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? 1 Corinthians chapter 2:16 ഒന്ന് വായിച്ച ആരെങ്കിലും? 1 കൊരിന്ത്യൻ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ദൈവമക്കളെ, ഞാൻ പറയാം, അമേരിക്കയിലും എല്ലാ രാജ്യത്തിലും ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഓറിയന്റേഷൻ ഉള്ളതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സ്വർഗത്തിൽ പോകുവാനുള്ള ഓറിയന്റേഷന്റെ സമയമാണ് ഇത്. പ്രീ റാപ്ചർ പീരിയഡ്. ഓറിയന്റേഷൻ നടക്കുന്നത് പോലെ സ്വർഗത്തിൽ പോകുവാൻ, തേജസ് പ്രാപിപ്പാൻ, അവന്റെ രൂപത്തോട് അനുരൂപപ്പെടുവാൻ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ അവനാകാനല്ല, അവനെ പോലെ ആകിത്തീരുവാൻ ഉള്ളതായ ഒരുക്കത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ പ്രീ റാപ്ചർ പീരിയഡ്. അതിന് തീരാൻ പോകുക, അതെല്ലാം ക്ലോസപ്പ് ആകാൻ പോവുക. കാരണം മറ്റേ പുള്ളി വെളിപ്പെടാൻ ഇനി അധികം താമസമില്ല. അവനെ നോക്കിക്കേ, ശരിക്കും സൃഷ്ടിച്ചും കഴിഞ്ഞു. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫറിൽ കൂടി ഇതാ ഒരുവൻ വരാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ തേജോമയനായ കർത്താവെ നമ്മെ ചേർക്കാൻ വരാൻ പോകുന്നു. അതിനു മുമ്പൊന്ന് ഒരുങ്ങി ബലപ്പെട്ടിരിക്കുവാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ശാസ്ത്രലോകത്തിന്റെ ഉത്സവം, 7-ാം ഉത്സവം നടക്കുന്ന കാലത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ മുൻഗാമികളോ കണ്ടിട്ടില്ലാത്ത എന്തെല്ലാം പരിപാടിയാ. ദൈവം തമ്പുരാൻ മനുഷ്യന്റെ മനസ്സിന് തന്നിരിക്കുന്നത് അതിർത്തികളില്ലാത്ത ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഭാവന. ആരും അറിയത്തില്ല ഭാവന. എന്ത് വേണേലും ഭാവിക്കാം, അല്ലേ? ഭാവന, ഇമാജിനേഷൻ. മനുഷ്യന്റെ ഭാവനയ്ക്ക് അപ്പുറത്ത ശാസ്ത്രം ഗുണങ്ങൾ കൊണ്ട് തന്നിരിക്കുന്നത്. ചിന്തിക്കാൻ പോലും മേലാത്ത ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തെല്ലാം പരിപാടികളാ. അതിന്റെ ഏറ്റവും ബെനിഫിഷ്യറീസ് ഒരുപക്ഷെ അമേരിക്കക്കാരായിരിക്കാം. കാരണം എല്ലാ കണ്ടുപിടുത്തങ്ങളും ഏറ്റവും ഉയർന്ന രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഒരാളുമായിട്ട് സംസാരിക്കുമ്പം നാം സംസാരിക്കുന്ന വ്യക്തിയുടെ ചലനവും സംസാരവും ഫോട്ടോയും രഹസ്യമായി ഒപ്പിയെടുക്കത്തക്കവണ്ണമുള്ള ക്യാമറ ഘടിപ്പിച്ച ഫ്രെയിമുള്ള ഈ മെറ്റാ ഗ്ലാസ് ധരിച്ചവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളറിയത്തില്ല. അവന്റെ ഗ്ലാസിനകത്തെ മെറ്റാ ഗ്ലാസിനകത്ത് ക്യാമറ വെച്ചിരിക്കുക, ഫ്രെയിമേൽ നമ്മുടെ സംസാരവും നമ്മളെ ഒപ്പിയെടുക്കുക, റെക്കോർഡ് ചെയ്യാൻ. നോക്കിക്കുക, എന്ത് ഭയങ്കര പരിപാടിയാ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കിക്കേ, നിങ്ങൾ പലരും കയറി കാണും. ഏത് തിരക്കുള്ള റോഡിലും ഒരു ഡ്രൈവറും വേണ്ട, വേനോ കാർ പുറകിലിരുന്ന് പ്രോഗ്രാം ചെയ്ത നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കുന്ന ഡ്രൈവർ ഇല്ലാത്ത കാറിന്റെ ഉടമസ്ഥരും ചിലപ്പോൾ ഇതിനകത്ത് കാണും, അല്ലേ? സംഗതി മാറിയില്ലേ? അൺമാൻഡ് ഏരിയ ട്രാവൽ, ഒരു പൈലറ്റും ഇല്ലാത്ത ഹെലികോപ്റ്റർ. എന്തുവാ ലോകമായത്? നോക്കിക്കേ, ഗർഭം ധരിക്കുന്ന കുഞ്ഞ് ഭാവിയിൽ ആരാകണം? ഡോക്ടറാകണോ? നേഴ്സാകണോ? ശാസ്ത്രജ്ഞനാകണോ? ഗായകനാകണോ? കലാകാരനാകണോ? അതിനുള്ള ജീനിനുള്ള കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന ബയോണിക് ടെക്നോളജി മിനുക്കുപണി രൂപത്തിലായി കഴിഞ്ഞില്ലേ? ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ നല്ലതൊക്കെയാ, അല്ലേ? ക്യാൻസർ രോഗം വന്ന് ഈ ജരാനരകളെ പോലെ ബാധിച്ച ക്യാൻസർ രോഗിയുടെ കാർട്ടി സെല്ലെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് പുട്ടുകുറ്റിയുടെ ആ പുട്ടൊക്കെ കളഞ്ഞ് പുട്ടുകുറ്റി ക്ലീൻ ആക്കുന്ന പോലെ കാർട്ടി സെല്ല് റിപ്പയർ ചെയ്ത് തിരിച്ചകത്ത് കയറ്റി നഷ്ടപ്പെട്ട ഓജസ്സും തേജസ്സും കൊടുക്കുന്ന സിസ്റ്റം ഹൂസ്റ്റണിൽ ഒരു ആശുപത്രിയുണ്ട്. അവിടുത്തെ ഒരു സഹോദരിയുടെ ജോലിക്ക് എന്ന് സഹോദരിയുടെ വന്നിട്ടുമുണ്ട്. പ്രൈസ് ലോർഡ്. സണ്ണി ബ്രദറിന്റെ ഭാര്യ സിസ്റ്റർ മോളി. പ്രൈസ് ലോർഡ്. എന്തൊരു അത്ഭുതങ്ങളാ. അതിനെ കടത്തി വെട്ടി വേറൊരു പരിപാടി 70-80 വർഷം, അത് അതിന്റെ പരിസമാപ്തി വന്ന് നിൽക്കുക. 70, 80, 90 എന്നെ പോലെയൊക്കെയാ ആ ജരാനരകൾ ബാധിച്ച് അനങ്ങാൻ മേലെ അത് കിടക്കുന്ന പുള്ളിയുടെ ശരീരത്തിന്റെ ടെലിമറൈനെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് റിപ്പയർ ചെയ്ത് തിരിച്ചു കയറ്റി ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. അതായത് 80-കാരനെ എന്ത് ചെയ്യുക? 18 ആക്കുക. നോക്കിക്കോണം, 80-കാരൻ കുണം പിടിക്കാത്ത 80-കാരനെ കൊണ്ട് പൊറുതിമുട്ടിയ ലോകമാ. അവനെ പിടിച്ച് 18 കൂടാക്കിയാലോ? നോക്കിയേ, ടെലിമറൈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്ന ടെക്നോളജിയിൽ കൂടി ശരീരത്തിന്റെ ടെലിമറൈസ് ഡെൻഡ്രൈനും ഡ്രൈൻഡേറ്റും ഒക്കെ റിപ്പയർ ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ചങ്ങോട്ട് കയറ്റി കഴിയുമ്പം ഇവൻ ആരാകുന്നു? 80-കാരൻ 18. പിന്നെ ഒരു 100 വർഷം ജീവിക്കുന്ന ലൈഫ് എക്സ്റ്റൻഷൻ സിസ്റ്റം. അതിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ ലോകം നിൽക്കുന്നു.
പുരോഗതിയുടെ എത്ര ഇതിഹാസങ്ങൾ വേണമെങ്കിലും പറയാം. ഒരു റെസ്റ്റോറൻറ്റിലും പോകാതെ, കിച്ചൺ ഓപ്പൺ ചെയ്യാതെ ഒരാഴ്ച ജീവിക്കാൻ വന്ന ഫുൾ ന്യൂട്രീഷൻ ഫുഡ് ക്യാപ്സ്യൂളാക്കി മാർക്കറ്റിൽ ഇതാ വരാൻ പോകുന്നു. 40 എണ്ണം മേടിച്ച് വെച്ചാൽ മതി ജോൺസൺ പാസ്റ്ററെ, 40 ദിവസം സൂപ്പർ പരിപാടി. എന്തെല്ലാം വികലമായ പരിപാടി! മനുഷ്യന്റെ ലൈംഗിക തൃഷ്ണയ്ക്ക് ശമനം വരുത്തുന്ന, നോക്കിക്കേ, റോബോട്ട് ലൈംഗിക ചാറ്റ് ബോട്ടുകൾ ഇറങ്ങിയില്ലേ? ഇതൊക്കെ സത്യമല്ലേ? പൊതുലോകത്തിന് ഈ സംഭാവനകളൊക്കെ കൊടുക്കുമ്പോൾ ദൈവമക്കളെ, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ആ ലോകത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. സെക്സ്വൽ ചാറ്റ് ബോട്ടുള്ള ലോകത്തിൽ, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ നടക്കുന്നിടത്ത് നമ്മളും ജീവിക്കുക. അപ്പോൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഏത് ആത്മീയനെയും താഴെ വീഴിക്കുവാൻ സാത്താൻ അവന്റെ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന ലോകത്തിലാകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ ലോകത്തിലെ ഈ പറഞ്ഞ ശാസ്ത്രത്തിന്റെ ഉത്സവങ്ങളുടെ 7ാം ഉത്സവം നടക്കുന്നെങ്കിലും ഒരു പാർശ്വവീക്ഷണം നടത്തിയാൽ എത്ര ദുഃഖകരമാ! സമാധാനം ഉണ്ടോ ലോകത്തിന്? ദൈവമക്കളുടെ കാര്യമല്ല, ഭരണത്തലപ്പ് മുതൽ താഴെ തട്ടുവരെ സമാധാനം ഒരു മരീചികയല്ലേ? എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരുപോലെ ടെൻഷനല്ലേ? 5 മണിക്കൂറെങ്കിലും ഉറങ്ങണമെങ്കിൽ ഹൈ ടോക്സിക് സ്ലീപ്പിംഗ് പിൽസിന്റെ ആവശ്യമുള്ള ഒരു തലമുറയല്ലേ ഇത്? നവീനമായ ട്രീറ്റ്മെന്റുകളൊക്കെ കണ്ടുപിടിച്ച് വൈദ്യശാസ്ത്രം വിജയത്തിന്റെ കൊടി ഉയർത്തുമ്പോൾ വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പേരുപോലും ഇടാൻ സാധിക്കുന്നതിന് മുൻപേ മരിക്കുന്ന പുതിയ രോഗങ്ങൾ അലറി മുട്ടിച്ച് വൈദ്യശാസ്ത്രത്തെ കൊഞ്ഞനം കുത്തുന്നില്ലേ? എന്തിന് $2 വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ മേലാത്ത ഒറ്റ വൈറസ് ലോകത്തെ പിടിച്ചു കുലുക്കിയോ? ദുഃഖകരമായ എത്ര അനുഭവങ്ങൾ! കുടുംബജീവിതമാകുന്ന മലയുടെ മുകളിൽ വിള്ളലുണ്ടായി, അതൊരഗ്നിപർവ്വതമായി പൊട്ടി. സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ തലമുറയാകുന്ന ലാവാപ്രവാഹം ലോകത്തിൽ. അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവ ഒഴുകുന്നത് പോലെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി. അതിനകത്തുനിന്ന് വന്ന അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം അറിയാത്ത, അല്ലെ അപ്പനേത് അമ്മ ഏതെന്നറിയാത്ത ഒരു തലമുറ തെരുവീതികളിൽ അലയുന്നില്ലേ? ലോകത്തിൽ തീവ്രവാദികളും കൊലയാളികളും രാഷ്ട്രീയ പരിവേഷത്തിൽ ആയിരങ്ങളെ കൊന്നു മുടിക്കുന്നില്ലേ? ശാസ്ത്രം ആകാശത്തെ, ശൂന്യാകാശത്തെ, പ്രപഞ്ചത്തെയും ഗാലക്സിയെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന സീകാറിനെയും വിൽപ്പൂളിനെയും എല്ലാം പഠിച്ചിട്ടും ശാസ്ത്രം പറയുക ചവിട്ടി നിൽക്കുന്ന ഭൂമി ദേ തീരാൻ പോകുക. ഒരു ഡോക്ടറോ ഒരു മെഡിക്കൽ സ്റ്റാഫോ സാധാരണ പേഷ്യൻസിനെ പരിശോധിക്കുമ്പോൾ എല്ലാ രാജ്യത്തിലും ഒരുപോലെ ബാധകമാ. 3 കാര്യം നോക്കും. 3 കാര്യം നോക്കി 3ഉം കുഴച്ചിലാണെങ്കിൽ സംഗതി തീർന്നെന്താ? പ്രൈമറിയാ BP. ആദ്യം നോക്കുന്ന BP അല്ലേ? രണ്ടാം നോക്കുന്നത് ബോഡി ടെമ്പറേച്ചർ. 3ആം നോക്കുന്നത് ഓക്സിജൻ ലെവൽ. ഇത് 3ഉം താഴെ പോയാലോ സംഗതി തീർന്നു. ഈ ഭൂമിയുടെ ഇത് 3ഉം പോയി. ഭൂമിയുടെ BP തീർന്നു. അപകടമാ. ഭൂമിയുടെ BPക്ക് സയൻസ് ഇട്ടിരിക്കുന്ന പേരാ ഷൂമാൻ റെസൻസ്. അവരുടെ BP അപ്പാരൻസിന്റെ പേരാ. നമ്മുടെ വീട്ടിലൊക്കെ BP അപ്പാരൻസിലെ ഞെക്കി സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും നോക്കുന്നില്ലേ? അതുപോലെ ഭൂമിയുടെ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും നോക്കുന്ന അതിന്റെ പേരാ ഷൂമാൻ റെസൻസ്. എന്താ സംഭവം എന്നറിയാമോ? ഈ ഭൂമിയുടെ അടിയിലുള്ള ജിയോ ഇലക്ട്രോണിക്കൽ മാഗ്നറ്റിക്കൽ വേവ്സിന്റെ ദിശ മാറി. ഭൂമി ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ BP മാറി എന്ന് പറയുക. അതായത് ജിയോ ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ടെക്നോളജിയുടെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതിന്റെ ദിശ മാറി. അതിന്റെ പരിണത ഫലം കേൾക്കണമോ? അത് നിമിത്തം ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ ന്യൂറോ സിസ്റ്റത്തിന്റെ താളം തെറ്റുന്നു. വൈദ്യശാസ്ത്രം, പുതിയ ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങളാ. നമ്മളും അത് കാണുന്നുണ്ട്. തീർന്നില്ല. ന്യൂറോ സിസ്റ്റം തകരാറാകുന്നു. 2, കാർഡിയോ വാസ്കുലർ ഹെൽത്ത് സിസ്റ്റം
അമ്പേ തകരുന്നു. നിന്ന നിപ്പി 40 45 വയസ്സ് പ്രായമുള്ളവർ തീരുന്നില്ലേ എല്ലാ രാജ്യത്തും? അതിന് പല കാര്യവും പറയും, വാക്സിൻ്റെയാ അതാ ഇതാ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുക ഇല്ലേ? നോ, ഭൂമിയുടെ BP മാറിയതാ, കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ, അത് ഈ പ്രപഞ്ച ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമിക്ക് ജീവനുണ്ട്. അതിന് പറയുന്ന ശാസ്ത്രത്തിന്റെ പേരാ ന്യൂസ്ഫിയർ. ഇത് പണ്ടേ തിരുവചനത്തിലുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. അന്നേ പറഞ്ഞു പ്രവാചകൻ. ഭൂമിയുടെ BP പോയി, തീരാൻ പോവുക. ഭൂമിയുടെ അടുത്തതാണ് ഭൂമിയുടെ ഓക്സിജൻ ലെവൽ. മനുഷ്യന്റെ 96 98 ഒക്കെ ഓക്കെ, 40 വന്നാൽ നമുക്കറിയാം പെട്ടി കയറ്റണം. ഇത് 40 താന്നു ഭൂമിയുടെ. അതിന്റെ പേരാണ് ഗ്ലോബൽ വെതർ ചേഞ്ച്. കാലം മാറി. 3 ഭൂമിയുടെ ടെമ്പറേച്ചർ തീർന്നില്ലേ? അതെല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഗ്ലോബൽ വാർമിംഗ്. ഈ 3 സംഭവങ്ങൾ, ഭൂമിയുടെ BP, ഭൂമിയുടെ ടെമ്പറേച്ചർ, ഭൂമിയുടെ ഓക്സിജൻ ലെവൽ, ഹ്യൂമൻ റെസൻസ് മുതൽ അങ്ങോട്ട് തകർന്നു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിക്ക് ഇനി ഇതിനകത്തൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഭൂമിയിൽ ഭൂവാസിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിന്നും ഒഴിച്ചു മാറ്റണം. ലോകം കാണാൻ പോകുന്ന 3ാമത്തെ ഇവാക്യുലേഷൻ, 3ാമത്തെ ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ നടക്കും. അതെല്ലാവരെയും കൊണ്ടുപോകത്തില്ല. ലോകം കണ്ട ഏറ്റവും 2 ഒഴിച്ചുമാറ്റലുണ്ട്, ചരിത്രം സൃഷ്ടിച്ചതാ. 1ാമത്തെ ഒഴിച്ചുമാറ്റൽ സെക്കൻഡ് വേൾഡ് വാറിലാണ്. അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ ചാൻസലർ, പറഞ്ഞു യൂറോപ്പിൽ എവിടെ ബ്രിട്ടീഷുകാരുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലും. ജോർജ് ചക്രവർത്തിക്കുണ്ടായ ടെൻഷൻ. വിൻസ്റ്റൺ ചർച്ചിലാ അന്നത്തെ പ്രധാനമന്ത്രി. അവർ 2 പേരും കൂടെ വളരെ പാടുപെട്ടാണ് യൂറോപ്പിലെ 50 രാജ്യങ്ങളുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ ഒഴിച്ചു മാറ്റി, ഹിറ്റ്ലർ തട്ടാതിരിക്കാൻ. 2ാമത്തേത് ഏറ്റവും അഭിനന്ദനവും അഭിമാനകരവുമാണ്. സെക്കൻഡ് ഒഴിച്ചുമാറ്റൽ ഇവാക്യുലേഷൻ നടന്നത് 1990കളുടെ അവസാനത്തിൽ. സദാം ഹുസൈൻ ഇറാഖ് കയറി പിടിച്ച ചരിത്രം നിങ്ങൾക്കറിയാം. കുവൈറ്റിൽ നിന്ന് വന്നവരുണ്ട്, അവർക്കറിയാം. കുവൈറ്റ് കയറി പിടിച്ചു പറഞ്ഞ് ഞങ്ങളുടെ 24ാമത്തെ ഡിസ്ട്രിക്റ്റാണ്. യുദ്ധം വഴി പലസ്തീനികൾ കുവൈറ്റ് കയറി പിടിച്ചു. മുഴുവൻ നടന്നു, സകലം തീർ, എയർപോർട്ട് അടച്ചു. അവിടുത്തെ രാജാവ് അമീർ അർദ്ധരാത്രി സ്ഥലം വിട്ടു, ആരുമില്ലാതായി. 10,000 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരവിടെ കുടുങ്ങി. ഞാനിപ്പോൾ ഓർക്കുന്നു, നമ്മുടെ വിദേശകാര്യമന്ത്രി മിസ്റ്റർ ഗുജറാൾ ഇറാഖിൽ ചെന്നു പറഞ്ഞു, ഞങ്ങളുടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്, അമേരിക്കയോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഒരു ടൈം കിട്ടി. അടുത്തത് കേട്ടോണം, ഇന്ത്യ ഒരു പ്രസ്താവന പറഞ്ഞു കുവൈറ്റിലുള്ള ഇന്ത്യക്കാരോട്. ഈ കുവൈറ്റ് എയർപോർട്ടിലെ കംപ്ലീറ്റ് പോയി. അവിടെ ഒരു മനുഷ്യൻ കയറാൻ പോലും മേലാത്ത രീതിയിലായി. 10,000 ഇന്ത്യക്കാരാ, മലയാളികൾ ഉൾപ്പെടെ. നമ്മുടെ ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം, കുവൈറ്റ് എയർപോർട്ട് ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യണം, ബൈ റോഡ് എങ്ങനെയെങ്കിലും യോർദാന്റെ തലസ്ഥാനമായ അമാനിൽ വരണാ മതി. ഞങ്ങൾ ഇന്ത്യയിലെത്തിക്കും. നിങ്ങളുടെ ജോലി ഒരു വിഷയമല്ല, വിസ ഒരു വിഷയമല്ല, ക്വാളിഫിക്കേഷൻ ഒരു വിഷയമല്ല, പൈസ ഒരു വിഷയമല്ല. 2 കാര്യം, നിങ്ങൾ അമാനിൽ വരണം. 2, നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുവാൻ ഒരു ഇന്ത്യയുടെ വാലിഡ് പാസ്പോർട്ടും വേണം. ലോകം തരിച്ചുപോയി. അറിയാവോ ദൈവമക്കളെ, നമുക്ക് ഇത്രയൊന്നും സാമ്പത്തികമില്ലെങ്കിലും എവരി ഡേ 1 or 2 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അമാനിൽ നിന്നും പൊങ്ങി ബോംബെയിലും ഡൽഹിയിലുമായി 10,000 അതിനകത്ത് രക്ഷപ്പെട്ടത് ഇതിനകത്ത് ഒരു പക്ഷെ കണ്ടേക്കാം. 2 കാര്യമേ പറഞ്ഞുള്ളൂ. 1, നിങ്ങൾ യോർദാന്റെ തലസ്ഥാനമായ അമാനിൽ വരണം. 2, നിങ്ങളുടെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കാണണം, വാലിഡ്. 3ാമത്തെ, അതാണ് 2ാമത്തെ ഇവാക്യുലേഷൻ ലോക ചരിത്രത്തിൽ. 3ാമത്തെ ഇവാക്യുലേഷൻ ഈ തലമുറയിൽ നടക്കും. അവിടെയും വേണം, പാസ്പോർട്ടും വേണം, തലസ്ഥാനവും വേണം. എന്താ? ഈ ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമായ ദൈവസഭയിൽ രക്ഷയുടെ പാസ്പോർട്ടുമായിട്ട് നിൽക്കുന്ന വ്യക്തി ആരായാലും അവരെ ഒഴിച്ചു മാറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ മേഘാരൂഢനായി എന്റെ പ്രിയൻ വരാൻ പോകുന്നു. പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. എന്താണെന്നറിയാവോ? ആ വാക്യം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവദാസന്മാരല്ലേ എന്നേക്കാൾ ബഹുമിടുക്കരാ, അവരുടെ മുമ്പിലാണ് ഞാൻ ഈ ആദ്യ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചൈനക്കാരനെ ബട്ടണുകൾ വരെ ഞാൻ പഠിപ്പിക്കാൻ പോകരുതെന്ന്. അതുപോലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കിക്കേ,
നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇസ്രായേലിന് സംഭവിച്ച അപജയത്തെ മുഴുവൻ കാണിച്ചുകൊണ്ടല്ലേ? 1 കൊരിന്ത്യർ 10 എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു, എല്ലാവരും സ്നാനം വിട്ട് പരിപാടിയെല്ലാം കൊള്ളാം. ആ 30 ലക്ഷം ഇറങ്ങി 2 എണ്ണം ഒഴിച്ച് എല്ലാം തീർന്നെന്ന് പറഞ്ഞോ? ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത 7 പരിരക്ഷ കൊടുത്താ കൊണ്ടുവന്നത്, അവരെ കൊണ്ടുവന്നത്. അത് എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? മരുഭൂമിയിലെ പകലത്തെ ചൂടും രാത്രിയിലത്തെ തണുപ്പും മാറ്റാൻ എയർ സിസ്റ്റം മാറ്റി, എയർ കണ്ടീഷനും എയർ ഹീറ്റിങ്ങും. ഞാൻ പഠിച്ചപ്പം മനസ്സിലായി, ഈ ലോകത്തിലെ AC കണ്ടുപിടിച്ചത് 1903 ഈ അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ളതായ വിൽസ്റ്റ കാരിയർ എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. 1903 അമേരിക്കയിലെ ന്യൂയോർക്കിലുണ്ടായിരുന്ന വിൽസ് കാരിയറാണ് AC കണ്ടുപിടിച്ചത്. അതായത് ഇന്നേക്ക് എത്ര 903 എത്ര വർഷമായി? 130 വർഷമേ ഉള്ളൂ. 3500 വർഷം മുമ്പ് തമ്പുരാൻ എയർ കണ്ടീഷൻ ചെയ്തു. 3500 വർഷം മുമ്പ് എയർ ഹീറ്റ് ചെയ്തു. 2 3 നോക്കിക്കേ, ആ ദൈവത്തിന്റെ സ്നേഹം. കൊളസ്ട്രോൾ ഇല്ലാത്ത മീറ്റ് തിന്നാൻ ഒരു തന്നെ നോക്കിക്കോ. കൊളസ്ട്രോൾ കയറി തട്ടിപ്പോകരുത് വഴി, കാരണം ഡോക്ടറില്ല. കൊളസ്ട്രോൾ ഇല്ലാത്ത മീറ്റ് ഏതാ? ലോകത്തിൽ ഒറ്റ മീറ്റേ ഉള്ളൂ കൊളസ്ട്രോൾ ഇല്ലാത്തത്, കാടപ്പക്ഷി. അതിന് കൊളസ്ട്രോൾ ഇല്ല. 4 കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത അരിയും മഞ്ഞ, കാർബോഹൈഡ്രേറ്റ് ഇല്ല. എത്ര കഴിച്ചാലും ഷുഗർ നോർമൽ. ദൈവം നമ്മെ കൊടുത്ത പരിരക്ഷ കണ്ടോ? എയർ കണ്ടീഷൻ, എയർ ഹീറ്റിങ്, കൊളസ്ട്രോൾ ഇല്ലാത്ത ഫുഡ്, കാർബോഹൈഡ്രേറ്റ്. ഇത്ര സ്നേഹം ആര് ചെയ്യും? കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ദോശ തമ്പുരാൻ ചുട്ടിങ്ങോട്ട് ഇട്ടിരിക്കുക. 5 നോക്കിക്കേ, ഈ 40 വർഷമായി ഒരെണ്ണത്തിന്റെ ഷർട്ട് കീറുന്നില്ല, ഒരെണ്ണത്തിന്റെ സാരിയും പോകുന്നില്ല. എന്നെ പരിപാടിയാ നോക്കിക്കേ. അതാണ് ബോഡിയും ക്ലൈമറ്റും ശരീരവുമായിട്ട് ഒരു ഹെവൻലി കണക്ഷൻ അങ്ങോട്ട് കൊടുത്തപ്പം നോക്കിക്കേ, ഇവൻ ഇറങ്ങി ഇവനെ ഏത് ടെക്സ്റ്റൈലിൽ പോയി മേടിക്കും? നമ്മൾ സങ്കീർത്തനത്തിലെ വാക്യമല്ലേ ഞാൻ പറയുന്നത്, അവന്റെ വസ്ത്രം ദ്രവിച്ചില്ല, ഷൂസിന്റെ സ്ട്രാപ്പും പൊട്ടിയില്ലെന്ന്. 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം, ഏറ്റവും വലിയ അപകടം അന്നും ഇന്നും മരുഭൂമിയിൽ റോബേഴ്സ്. ആരാ? കൊള്ളക്കാർ. ഒറ്റ കൊള്ളക്കാരൻ അടുക്കത്തില്ല, അവൻ തെറിച്ചു പോകും. ഈ 7 അനുഗ്രഹം കൊടുത്തിട്ടും 2 മാത്രമേ വാഗ്ദത്ത നാട്ടിൽ കയറിയുള്ളൂവെങ്കിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. അതുപോലെ തന്നെയാ പൗലോസ് ശ്ലീഹായിൽ കൂടി നമുക്കൊരു മുന്നറിയിപ്പ്. സർപ്പം അറിയാവുന്നവരെന്ന് പറഞ്ഞേ, ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ ഇന്നലെയും പറഞ്ഞു, അവൻ്റെ ആയുധമില്ല, തന്ത്രമേ ഉള്ളൂ. അവൻ്റെ ഉപായം കണ്ടോ? ഒരു തരത്തിലും പിടിക്കാനൊക്കത്തില്ല ആദാമിനെ. 3 കാര്യം. ആ 3 കാര്യങ്ങളിൽ നമ്മൾ മൈനസാ. അപ്പൊ നമ്മളെ എന്തുമാത്രം അവന് പിടിക്കാന്നറിയാവോ? ആദാമിനെ ഹവ്വയെ പിടിക്കാനൊക്കത്തതിന് കാരണം അവരുടെ തേജസ്സിന്റെ ശരീരമാണ്, ഗ്ലോറിയസ് ബോഡിയാ. 1-ാമത്തെ കാര്യം. എന്നിട്ടവൻ ആപ്പിള് കാണിച്ചു. 1-ാമത്തത് ശ്രദ്ധിച്ചേ. 2-ാമത്തെ കേൾക്കണോ? ആദാമിനും ഹവ്വായിക്കും നമുക്കിത് കാണാൻ അറിയാം. വല്ല വറിയുണ്ടോ? മക്കളെ കെട്ടിക്കണോ? കാറിന് ലോൺ അടയ്ക്കണോ? വീടിൻ്റെ മോർഗേജ് അടയ്ക്കണോ? വല്ല പരിപാടിയുണ്ടോ? ഇൻഷുറൻസ് അടയ്ക്കണോ? ഇത് വല്ലതും ഉണ്ടോ? പഴം തിന്നുക, കിടന്നുറങ്ങുക, നടക്കുക. 3-ാമത്തെ കാര്യം, ഇവരുടെ ലൈഫ് ലോകം എന്ന് പറയുന്നത് ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു തോട്ടം മാത്രം. നമ്മുടെ ലോകമോ? നിങ്ങൾ ഭൂഷണി, ഒരു മോൾ ഓസ്ട്രേലിയയിൽ, 2-ാമത്തത് ദുബൈയിൽ, 3-ാമത്തെ UK, അപ്പൻ കേരളത്തിൽ, അമ്മ ഡൽഹിയിൽ, അല്ലേ? അളിയൻ സിംഗപ്പൂരി. ലോകം മുഴുവൻ നമ്മുടേത്. ശരിയാണോ? അതാനുഭവായിക്ക് ഒരു വറിയില്ല, നമുക്ക് വറിയേ ഉള്ളൂ, അല്ലേ? ഒരു ദിവസം നേരം വെളുത്താൽ വൈകുന്നേരം വരെ 30-ാം തീയതി ബില്ലൊന്ന് എഴുതി തീർക്കണേ തന്നെ എത്ര മണിക്കൂർ എടുക്കും? ആദാനുഭവായിക്ക് വല്ല ബില്ലും എഴുതണോ? പേയ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ലാതിരുന്നിട്ടും അവൻ ഒരാപ്പിളയിൽ ഒപ്പിക്കാൻ നോക്കിയെങ്കിൽ ഇത്രയും ചാൻസ് അവനുണ്ട് നമ്മളെ വീഴിക്കാൻ നോക്കും. പക്ഷെ പേടിക്കണ്ട, ആമീൻ, നമുക്കുണ്ടല്ലോ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. അവനെല്ലാ തന്ത്രങ്ങളും പയറ്റും.
അവന്റെ തന്ത്രങ്ങൾ കാലാനുസരണം അവൻ പുതുക്കുക. നോക്കിക്കേ, ഇപ്പം നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ട് ഒന്ന്, ലോകമയത്വത്തെ കാണിച്ചുകൊണ്ട്, ലോകമയത്വത്തിന്റെ പെയിന്റ് എടുത്ത്, ലോകസുഖങ്ങളുടെ ബ്രഷ് കൊണ്ട് നമ്മളെ ബ്രഷ് ചെയ്ത് ലൗകികരാക്കാൻ ഒത്തിരി ശ്രമിക്കുന്നില്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ, വസ്ത്രധാരണത്തിൽ, വീടിന്റെ കാര്യത്തിൽ എല്ലാം ഒരു ലൗകികത്വം കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? രണ്ട്, സാങ്കേതിക വിദ്യകളുടെ ആ അതിരുവിട്ട പോക്കുകൊണ്ട് ദൈവത്തെ വേണ്ടാന്നൊരു ചിന്ത വന്ന ഒരു തലമുറയല്ലേ? 4 ഇഞ്ച് നീളമുള്ള സൂത്രത്തിനകത്ത് എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ തമ്പുരാനെന്ന് ചോദിക്കുന്ന ഒരു തലമുറയില്ലേ? അവന്റെ ടെക്നോളജി കണ്ടോ? മൂന്നാമത്തെ കാര്യം, ഏറ്റവും അവന്റെ ടെക്നോളജി നോക്കിക്കേ. ഈ ലോകത്തിൽ പ്രമുഖമായ 5 മതങ്ങളുണ്ട്. അതിൽ 4 മതങ്ങളെയും ഓപ്പൺ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മതമാണ് ഇസ്ലാം മതം. അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമുക്കറിയാം ഗവൺമെന്റുകൾ. 2, യഹൂദമതം. യഹൂദമതത്തെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ. 3, ബുദ്ധിസ്റ്റ്, കിഴക്കൻ രാജ്യത്തോട് ചേർത്ത് പൂർണ്ണ സപ്പോർട്ട്. 4, ഹൈന്ദവ മതം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ മതം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം, ഹൈന്ദവ മതത്തെ ഫുൾ സപ്പോർട്ട്. ഈ 4 മതങ്ങൾ. എന്നാൽ 5ാമതൊരു മതമുണ്ട്. ലോകത്തിലെ ജനസംഖ്യയിൽ 45% ക്രിസ്ത്യൻസാ എന്ന് പറയാവുന്നേ ഉള്ളൂ. ക്രൈസ്തവ മതത്തെ പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ന് ഈ ലോകത്തിൽ ഒരു ഗവൺമെന്റും ഇല്ല. ഇൻഡിപെൻഡൻസിന്റെ പേരിൽ, നിഷ്പക്ഷതയുടെ പേരിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ മതത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം എന്ന ആംബിയറോടെ പറയുന്ന ഏതെങ്കിലും ഭരണകർത്താവുണ്ടോ? ഇല്ല. കാരണം തമ്പുരാന്റെ പരിപാടിയാ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ ദൈവകൃപയിൽ നിൽക്കണം. അതിനാണ്, വേറെ സപ്പോർട്ടൊന്നും നമുക്ക് വേണ്ട. അതിനുള്ള എനർജിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തിയിൽ വേണം നമുക്ക് നിൽക്കാൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിൽക്കേണ്ട കാര്യമല്ല. ആര് സപ്പോർട്ട് ചെയ്യേണ്ട? ഈ പ്രീ റാപ്ചർ പീരിയഡിൽ നമ്മുടെ നാളുകൾ വിശ്വസ്തോടെ തീർത്താൽ അവന്റെ പ്രത്യക്ഷതയിൽ രൂപമാറാൻ പോവുക. എങ്ങനെ നമുക്ക് നിൽക്കാം? അതിനാണ് ഈ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകേണ്ടത്. ക്രിസ്തുവിന്റെ മനസ്സുള്ളതിന് മുമ്പേ ആദ്യമേ നമ്മൾ ക്രിസ്തുവിനെ ഒന്ന് ധരിക്കണം. റോമാലേഖനം 13:14 നമുക്കറിയാം. ആകയാൽ നിങ്ങൾ കർത്താവായ, ഒന്ന് വായിച്ചേ 13 ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13:14. പുട്ട് ഓൺ ദ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ മനസ്സ് വരത്തുള്ളൂ. ദൈവമക്കളെ, നമുക്കറിയാം ഈ ലോകത്തിലെല്ലാം മോഡൽസ് ഉണ്ട്. മോഡൽസ്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ രംഗത്താണല്ലോ ഈ മോഡൽ കൂടുതലും. എല്ലാ രാജ്യങ്ങളിലും മോഡലുണ്ട്. ഞാൻ വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല മോഡൽ കേരളത്തിലാണ്. ബെസ്റ്റ് മോഡൽ കേരളത്തിലാണ്. നിങ്ങളൊരു സാരി മേടിക്കാൻ ഒരു നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ മോഡലായിട്ട് അങ്ങോട്ട് മാറും അല്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ആ സെയിൽസ് ഗേൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട സാരി ഒരു 3 എടുത്ത് വെച്ചേ, അവൾ അതങ്ങോട്ട് ധരിപ്പിച്ചേ, അതല്ലേ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് ഒന്ന് കാണിക്കുമ്പം അകത്തൊരു വെപ്രാളം വന്നില്ലേ? ശരിയാണോ? അവളെ, ആ പെങ്കൊച്ചെ, അവളുടെ സെയിൽസ് ഗേളെ നമുക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്താൽ ഉടനെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നു, നമ്മളവിടെ നിൽക്കുന്നു, അമ്മാമ ഇരിക്കുന്നു, അച്ചായൻ പുറകെ നിൽക്കുന്നു, സംഗതിയൊക്കെ കൊള്ളാം. അച്ചായനെ നിർത്തത്തില്ല, അച്ചായനെ നിർത്തിക്കൊണ്ട് അമ്മാമ ഇരിക്കും. എന്തിനാ? സാരി നോക്കാൻ. ഉടനെ ഇവളെന്താ ചെയ്യും? അവിടെ മനഃശാസ്ത്രം കണ്ടോളം അവൾ ആ സാരി എടുത്തിട്ട് പറയും, ആൻറ്റി നോക്കിക്കോളാൻ പറഞ്ഞ് അവൾ ആ സാരിയുടെ നല്ല ഭാഗം എടുത്ത് എങ്ങോട്ടിടും? ഇതിലോ ഇട്ട് അതിലെ ഒരു ചുറ്റിച്ചുറ്റി നിൽക്കുമ്പോൾ അവൾ ആരായി? മോഡൽ. യെസ്, കറക്റ്റ്. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചാൽ ക്രിസ്തുവിന്റെ മോഡലാണ്. ക്രിസ്തുവിനെ ധരിക്കണം. പ്രവചന ഭാഷയിൽ ഇയ്യോബ് പറയുന്നുണ്ട് എന്താണ് ധരിക്കേണ്ടതെന്ന്. ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം വാക്യത്തേക്ക് നോക്കിക്കേ. പ്രവചന ഭാഷയിൽ അന്നേ പറഞ്ഞു, ഹല്ലേലൂയ. എന്താണ് ഈ മോഡൽ? വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 29-14. യെസ്, ഞാൻ നീതിയെ ധരിച്ചു,
ആണ്ടോ, അതെന്റെ ഉടുപ്പാണ്. എല്ലാരും പരിഹസിച്ച് നിന്ദിച്ച് സ്വന്തം ഭാര്യ പോലെ ഒന്ന് ചത്തു തരാവോ അച്ചായാന്ന് ചോദിച്ചപ്പോഴായി പുള്ളി പറയുന്നത്, ഞാൻ നീതിയെ ധരിച്ചു, അതെന്റെ ഉടുപ്പാണ്. പുതിയ നിയമവിശ്വാസികളെല്ലാം ആരാ? പുരോഹിത വർഗമാ. അങ്ങനെയാണെങ്കിൽ 132 സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ പുരോഹിതന്മാർ നീതി ധരിക്കട്ടെ. എവിടെയാണ് നീതി ധരിക്കേണ്ടത്? ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ പെണ്ണ് സാരി ധരിച്ച് മോഡൽ ഗേൾ ആകുന്നത് പോലെ അനീതി നിറഞ്ഞ ലോകത്തിൽ, കുതികാല് വെട്ടുന്ന ലോകത്തിൽ, തേജോവധം ചെയ്യുന്ന ലോകത്തിൽ, ചതിവുള്ള ലോകത്തിൽ, വഞ്ചനയുള്ള ലോകത്തിൽ, ആവശ്യമില്ലാതെ കളിയാക്കുന്ന ലോകത്തിൽ, എതിർ നിൽക്കുന്ന ലോകത്തിൽ നീതിയോടെ ജീവിച്ചാൽ നമ്മൾ ആരായി? നീതിയുടെ വസ്ത്രം. അവന്റെ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാൻ പോവുക. ആ വസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അറിയാമല്ലോ. വെളിപ്പാട് 19:7 കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു, അവൾക്ക് ധരിക്കാൻ ശുഭ്രവും ശുദ്ധവുമായ, അറിയാൻ മേലെ വാക്യം ഒന്ന് വായിച്ച ആരെങ്കിലും? 19:7 റെവലേഷൻ 19:7. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇത് തന്നെയാ അയ്യോവ് പറഞ്ഞത്, ഞാൻ നീതി ധരിക്കുന്നു. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാ പറഞ്ഞത്, അവന്റെ പുരോഹിതന്മാർ നീതി ധരിക്കട്ടെ. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായില്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആകാനൊക്കത്തില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനോട് സദൃശന്മാരാകണമെങ്കിൽ അവന്റെ മനസ്സുള്ളവരാകണം. അവന്റെ മനസ്സുള്ളവരാകുന്നതിന്റെ ആദ്യത്തെ പടിയാണ് നീതി ധരിക്കണം, മോഡലാകണം. അത് കഴിയുമ്പോൾ നോക്കിക്കേ, അകത്ത് പവർ, പരിശുദ്ധാത്മാവ്, അത് എന്തിനാണെന്ന് പുറകെ പറഞ്ഞു വരാം. ആ പവറിൽ കൂടി വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. എങ്ങനെയാണ് ഈ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുന്നത്? നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്ന 10 ശക്തിയിലാണ്. ആ 10 പവറിൽ ഒരെണ്ണം കുറയുമ്പോഴാണ് നമ്മൾ രോഗിയാകുന്നത്. ആ 10 പവറും വി ഷുഡ് കൺവേർട്ട് ഫോർ ഗെറ്റിംഗ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്ന 10 ശക്തി ഉണ്ടല്ലോ, അതൊന്നും കുറയ്ക്കണ്ട. അത് ശരീരത്തിന് ബോഡി ഫങ്ഷന് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ അതേ പവർ മറ്റൊരു ചാനലിലേക്ക് തിരിച്ചുവിടാനാ പരിശുദ്ധാത്മാവെന്ന ജനറേറ്റർ തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ് ഇവിടുന്ന് സ്ഥലം വിടരുതേ, ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളോ ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഈ പവർ ഇല്ലെങ്കിൽ മറ്റേ പുള്ളിയുടെ തന്ത്രത്തിൽ നമ്മൾ വീണുപോകും. അവൻ ജ്ഞാനസമ്പൂർണനാ, നമുക്ക് ജ്ഞാനമേ ഉള്ളൂ. അവൻ ജ്ഞാനസമ്പൂർണനാ. നമ്മുടെ ശരീരത്തെ ഇതുപോലെ സ്പെക്സ്കാൻ കണ്ടുപിടിച്ചത് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അവനെ ആദ്യ സ്പെക്സാൻ കണ്ടുപിടിച്ചത്. നമ്മുടെ അകത്തെ ചിന്ത മുഴുവൻ അവനറിയാം. നമ്മളെ നാടൻ ഭാഷ പറയും, നീ മനസ്സിൽ കാണുന്ന ഞാൻ മരത്തെ കാണുന്നില്ലേ. ഇതിനു മുമ്പേ അവൻ കണ്ടു. എന്റെ വീക്ക്നെസ് എന്നാണെന്ന് എന്നെക്കാൾ എന്റെ ഭാര്യയ്ക്ക് അറിയാൻ മേല, എന്റെ മക്കൾക്ക് അറിയാൻ മേല, എന്റെ ഭാഷന്മാർക്ക് അറിയാൻ മേല, അവനറിയാം. ഇതൊക്കെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഇല്ലാത്ത ഒറ്റ വ്യക്തിയില്ല, യേശു തമ്പുരാൻ ഒഴിച്ചേ. പൗലോസ് അതല്ലേ പറഞ്ഞത്, ഐ ആം എ റൈച്ചഡ് പേഴ്സൺ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, അതുപോലെ ഞാൻ വീഴുന്നു. അപ്പൊ നമുക്കൊരു വീക്ക്നെസ് ഉണ്ട്. കാരണം അറിയാം, നമ്മുടെ ശരീരം ജഡമയമായതിനാൽ ഈ മനസ്സും, ഇന്നലെ ഞാൻ പറഞ്ഞ ഞാൻ അച്ചായം കയറി അടിപ്പിക്കുന്ന പരിപാടിയാ. ഞാൻ ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, അറിയാവല്ലോ, ഇനി വേണം ഞാൻ പറയണോ, പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ, ഈ ന്യൂറോൺ ആണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. ഇന്നിവിടെ വേവിച്ചാൻ പി കെ തോമസ് അച്ചായൻ നടത്തുന്ന മീറ്റിംഗ് ഉണ്ട്, പോകണമെന്ന് പറയുമ്പോൾ പ്രീ ഓപ്പിയോ പറയും, അവിടെ ഒന്നാം ദിനം വേറെ റിസപ്ഷൻ നടക്കുക, ചെന്നാൽ നല്ല ബിരിയാണി കഴിച്ചു വരാം. ഇവിടെ പോയി ഇതാണ് ഈ പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. ഒഴികെ വാലറ്റ് എടുത്ത് തുറക്കെ സ്വത്രാഴ്ച ഇടാൻ ഇവിടെ ഇന്ത്യയിലെ കാര്യമാണ്. നിങ്ങളും എടുക്കാരാ
സ്വത്രാഴ്ച ഇടുക എന്ന് പാസ്റ്റർമാർ പറയുമ്പം പേഴ്സ് അങ്ങോട്ട് തുറക്കുമ്പം അതിനകത്ത് 500 ഇരിപ്പുണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്, 50 ഉണ്ട്. പ്രിയോ ഈ പ്രോപ്പിയോ മെലനോക്കോട്ടും പറയും 5 എടുത്താൽ മതി. അവനറിയാം നമ്മളെ വീഴിക്കാൻ എങ്ങനെയാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ബുദ്ധി കൊണ്ടൊരു പരിപാടി നടക്കത്തില്ല. അതൊക്കെ ലോകത്തിൽ ജീവിക്കാൻ നല്ലതാ. പക്ഷേ എനിക്ക് പിശാചിനെ നേടണമെങ്കിൽ, അവൻ എന്നെ പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ നാം നിൽക്കണം. ഉപയോഗിച്ചില്ലെങ്കിലോ അമേരിക്കയിൽ ഞാൻ എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യം നിരീക്ഷിക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ട്രെഡ്മില്ലില്ലാത്ത ഒറ്റ വീടില്ല. പക്ഷെ ഉപയോഗിക്കുന്ന വീടുണ്ടോയെന്ന് അറിയാൻ മേല. സത്യമാണോ? ട്രെഡ്മില്ലില്ലാത്ത ഒറ്റ വീട് ഇവിടില്ല. പക്ഷെ എല്ലാ വീട്ടിലും ഉണ്ട്. കയറുന്നുണ്ടോ അത് തുരുമ്പ്. ഇവിടെ അമേരിക്കയാണ് തുരുമ്പ് പിടിക്കത്തില്ലെന്നേ ഉള്ളൂ. അത് അവിടെ വെച്ചിരിക്കുക കാഴ്ച വസ്തു പോലെ അല്ലേ? നോ, നമ്മൾ എക്സസൈസ് ചെയ്യണം. ഏതാ? പരിശുദ്ധാത്മാവിന്റെ എക്സസൈസ് ചെയ്താൽ ഇവൻ മാറും. അതാണ് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാൻ 10 ശക്തിയാണ് നമുക്ക് ശരീരത്തിൽ. ഈ ശക്തിയെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഒന്നാമത്തെ ശക്തി ബുദ്ധിശക്തി. നമുക്കെല്ലാം തമ്പുരാൻ തന്ന വരദാനമാ. 10,000 കോടി ന്യൂറോൺ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിശക്തി മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. സയൻസ് പറയുന്നത് ന്യൂറോൺ വികസിച്ച മൃഗമെന്നാ നമ്മളെക്കുറിച്ച് അവർ പറയുന്നത്. മൃഗം തന്നെ, പക്ഷെ ന്യൂറോൺ വികസിച്ചു. എത്ര നോക്കിക്കേ. സ്നേഹം, ജീവജാലങ്ങൾക്കൊക്കെ സ്നേഹമുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന് ലിമിറ്റേഷൻ ഇല്ല. പശുവിന്റെ സ്നേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പശു പ്രസവിക്കുന്നു, എത്ര ഒന്ന് ചിന്തിച്ചാൽ കാണാം. നിങ്ങളിപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് അത് അറിയാം, എങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. പ്രസവിച്ച് പശു പെറ്റ് കഴിഞ്ഞാൽ അയൽവക്കത്തെ ആൾക്കാരെല്ലാം പറയും ചാച്ചമ്മയുടെ പശു പെറ്റു. കാരണം 6 മണിയാകുമ്പോൾ അലറാൻ തുടങ്ങും. എന്തിനാ? കുഞ്ഞിനെ കിട്ടാൻ, പാല് കുടിപ്പിക്കാൻ. കുഞ്ഞിനെ ഇറക്കി വിടും. എത്ര ഭയങ്കരമാണെന്നറിയാവോ? കുഞ്ഞിന് വഴിയൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. കൃത്യം എവിടെയാണ് പാല് കിട്ടുന്നത് ഈ കുഞ്ഞിനറിയാം. ഏതാ? ഈ പശുവിൻ്റെ കുഞ്ഞിന് ഇല്ലേ? ചെന്ന് കുഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ സ്നേഹം കണ്ടോ? അത് ഒന്നും ഉറങ്ങുകയല്ല, ശരീരം പ്രസ് ചെയ്യും. മുഴുവൻ മസിലും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. എന്തിനാ? മുഴുവൻ കുടിച്ചോളാൻ. എന്നിട്ട് തീർന്നില്ല, കിടാവിനെ എന്തു ചെയ്യും? ഞാൻ പെറ്റ കിടാവാന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കുകയല്ല. നിങ്ങളാരും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവർ പറ കിടാവിനെ എന്നാ ചെയ്യും? നക്കും സ്നേഹം. എത്ര നാളാ അതറിയാവോ? 9 മാസം. അടുത്ത പ്രസവത്തിന് ഹീറ്റിക്ക് വന്നാൽ പിന്നെ ചെല്ലുമ്പോൾ മസിലും പ്രസ് ചെയ്യത്തില്ല, നക്കത്തുമില്ല, കുത്തി ഓടിക്കും. ഇങ്ങോട്ടടുത്തേക്കരുതെന്ന് പറയും. അത് തന്നെ കോഴി അടയിരിക്കും. നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. കേരളത്തിൽ അറിയാമല്ല, പിന്നാണോ ഇവിടെ? 21 ദിവസം അടയിരിക്കും. ഒരു കുഞ്ഞു വരുന്നു. ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന എന്നാ ടെക്നോളജിയാ! ഈ ലോകത്തിലെ ഈ യുദ്ധവീരന്മാർ റഡാർ കണ്ടുപിടിച്ച് എങ്ങനെ അറിയാം? റഡാറ് തള്ളക്കോഴിയെ കണ്ട അവരുടെ ബുദ്ധി വികസിച്ചു. ആകാശത്തിൽ പരുന്ന് വരും. ഇവർ മനസ്സിലാക്കി ഒരു ശബ്ദം ഉണ്ടാക്കി കയറിക്കോളാൻ പറയും ചിറകിൻ്റെ കീഴിൽ. അവിടുന്ന് റഡാർ കണ്ടുപിടിച്ചത്. അങ്ങനെ കയറ്റിയിരുത്തും. എത്ര നാളെന്നറിയാവോ? വെറും 3 മാസമേ ഉള്ളൂ. അടുത്ത മുട്ടയിടാറാകുമ്പം എല്ലാത്തിനും ഓരോ കൊത്ത. മൂത്തതിനിട്ട് ഒരു കൊത്ത്, രണ്ടാമത്തെ കൊത്ത്, മൂന്നാമത്തെ എല്ലാം സ്ഥലം വിട്ടോളാൻ പറയും. നമ്മളോ മക്കളെ, കൊച്ചുമക്കളെ, പേരമക്കളെ എന്നാ സ്നേഹമാ! എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം നമ്മുടെ ബുദ്ധി വികസിച്ചു. ആ ബുദ്ധിയെ ലോകത്തിൽ ജീവിക്കാനുള്ളപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിടുക്കരായി. വായിക്കാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. അവിടെയുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. കൊലോസ്യർ 3:10. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കാൻ. കണ്ടോ, നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ ജ്ഞാനം, നമ്മുടെ പരിജ്ഞാനം ദൈവീക കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരായെന്നറിയാമോ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ദാനിയേൽ അതാണ് ചെയ്തത്. ദാനിയേൽ പ്രവാചകൻ ചെയ്തത് അതാണ്. തീർന്നില്ല. നോക്കിക്കേ, ഓരോ പഴയ നിയമത്തിലെ ഭക്തന്മാരെ എടുത്ത് നോക്കിക്കേ. അവരുടെ ജോസഫ് ചെയ്തത് അതാണ്. ബുദ്ധിയെ സ്വർഗീയത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ബുദ്ധിമാന്മാരായി മാറി. ഒന്ന് ബുദ്ധിശക്തി.
പരിജ്ഞാനത്തിനായി കൊടുക്കുക. രണ്ടാമത്തെ നമ്മുടെ ശക്തി, നമ്മുടെ ഇമ്മ്യൂണൽ പവർ. നമുക്കെല്ലാം ഇമ്മ്യൂണൽ പവർ ഇല്ലേ ശരീരത്തിന്? അതുപോലെ നമുക്കൊരു ഇമ്മ്യൂണൽ പവർ ഉണ്ട്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് വരണമെങ്കിൽ പാപത്തോട് പോരാടാൻ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പാപം നമ്മുടെ കൂടെയുണ്ട്, പാപം നമ്മുടെ ശരീരത്തിലുണ്ട്. പാപവും ഞാനുമായി 1 സെന്റിമീറ്റർ പോലും അകലമില്ല. പാപം എൻ്റെ ഒപ്പമുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഇമ്മ്യൂണൽ പവർ ഉണ്ട്. ആ പവർ എനിക്ക് സ്വർഗം തന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയല്ല. നമുക്കുള്ള ഇമ്മ്യൂണൽ പവർ രോഗത്തെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, HV ഉപയോഗിക്കുന്നുവെങ്കിൽ, നമ്മുടെ സ്പിരിച്വൽ ഇമ്മ്യൂണൽ പവർ പാപത്തോട് പോരാടണം ദൈവമക്കളെ. പാപം അവൻ കൊണ്ടുവരുന്നത് നമ്മുടെ ക്യാരക്ടറും നമ്മുടെ സർക്കംസ്റ്റൻസും പഠിച്ചിട്ട് അതനുസരിച്ച. മലയാളത്തിൽ പറയും, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഇത് തന്നെ നമ്മളുടെ മനസ്സിനെ എന്തുണ്ടോ വീക്ക്നെസ്, ആ വീക്ക്നെസ് ഉള്ള വസ്തു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അത് അവൻ്റെ ടെക്നോളജി. അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. പക്ഷെ എങ്ങനെ ഒഴിഞ്ഞു മാറാം? അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പറയണം, നോ, ഐ വിൽ നെവർ കമ്മിറ്റ് ദിസ്. അതാണ് ജോസഫ് പറഞ്ഞത്, എനിക്ക് നിന്നെ പേടിയില്ല, നിന്റെ ഭർത്താവിനെ പേടിയില്ല, ഇവിടുത്തെ ജോലിക്കാരെ പേടിയില്ല. ഐ ആം ഫിയറിംഗ് ഗോഡ്. നോക്കിക്ക്, അദ്ദേഹം അതാ പറഞ്ഞത്, എനിക്ക് നിന്നെയല്ല പേടി, നിന്റെ ഹസ്ബൻഡിനെയല്ല, ഇവിടുത്തെ ദ്വാരപാലകരെയല്ല, ഇവിടുത്തെ സെക്യൂരിറ്റി അല്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. പാപം ചെയ്യാൻ, പാപം പ്രവർത്തിക്കാൻ, പാപത്തിലേക്ക് പോകാൻ സാത്താൻ വഴിയിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു ഡിഫെൻഡിങ് പവർ വേണം. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ഞാൻ അതിൽ നിന്നും മാറും ഇല്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ്. മസിൽ പവർ നമുക്കെല്ലാം ഉണ്ടല്ലോ. ആ മസിൽ പവർ നമ്മൾ നടക്കാൻ ഉപയോഗിക്കും. ഇതുപോലെ തന്നെ ആത്മീയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം വിശ്വസ്തയോടെ ഓടണം. നാലാമത്തത്, ഞാൻ എല്ലാം പറഞ്ഞ ഒടുവിലത്തെ വിഷയം പറയാൻ ഒക്കത്തില്ലല്ലോ, ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രാക്ടിക്കൽ. നാലാമത്തെ നമ്മുടെ പവറാണ് കാഴ്ചശക്തി. പ്രായമാകും തോറും കാഴ്ചശക്തി കുറഞ്ഞ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും എല്ലാം ഇതിൽ പ്രായം കഴിയുമ്പം കോർണിയയ്ക്കകത്തെ കുറയുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എന്തെല്ലാം പരിപാടിയാ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നറിയാവോ? എഫേസ്യർ 1:17, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ദൃഷ്ടിയുണ്ട്, അത് പ്രകാശിക്കണം. അഞ്ചാമത്തെ കാര്യം കേൾവി ശക്തി. കേൾവി ശക്തിക്ക് ഇയർഫോൺ കിട്ടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, വചനം വായിച്ചാ പോരാ, കേട്ടാ മാത്രം പോരാ, അത് പ്രവർത്തിക്കണം. ആറാമത്തെ പവർ, ബ്രീത്തിങ് പവർ. ശരീരത്തിന്റെ ഒരു മിനിറ്റിൽ 15 to 20 ബ്രീത്തിങ് ഇല്ലേ, അവൻ പോക്കാ അല്ലേ? അപ്പൊ നമ്മുടെ ബ്രീത്തിങ് പവറാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് 7 കാര്യങ്ങൾക്കാ. ആരാധിക്കാൻ മാത്രമല്ല ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് സംഭ്രാൻ പൂർണ്ണസംഖ്യയായ 7 കാര്യങ്ങൾക്കാ വചനം പഠിച്ചാൽ. ഒന്നാമത്തെ കാര്യം, എൻ്റെ അലങ്കാര ഭാഷയെ പറഞ്ഞാൽ സാത്താന് കാണാനാ. ചന്ദ്രൻ ഭാഷയെ കാണുമ്പം, സൗകര്യെ കാണുമ്പം, ദൈവദാസ നിങ്ങളെ കാണുമ്പം സാത്താൻ അഭിഷേകം ഉണ്ട്, മനസ്സിലാവും ഇത് കളി വേറെയാണ്. അതാണ് എഫേസ്യ ലേഖനം 1:13 ഒന്ന് വായിച്ചാൽ കാണാം. എഫേസ്യർ 1:13 ഒന്ന് വായിച്ചേ. തൻ്റെ സ്വന്തം ജനത്തിന്റെ പുകഴ്ചയ്ക്കായി ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ. ഇംഗ്ലീഷിൽ പർച്ചേസ് പൊസിഷൻ, മലയാളത്തിൽ ശരിക്കും അവകാശത്തിന്റെ അച്ചാരം. എന്താണെന്നറിയില്ല, ഞാനതാ സാരസ്യ ഭാഷ പറഞ്ഞ സാത്താന് കാണാനാണ്. ഈ വാക്യം വായിച്ചാൽ എഫെസോസിലുള്ള ആളുകൾക്ക് ഇതിന്റെ അർത്ഥം ശരിക്കൊന്ന് മനസ്സിലാവും. എന്താ ചോദിച്ചാൽ, നിങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് പോയാൽ ഒരു സംഭവം കാണാം. എഫെസോസിൽ ഓരോ 3 മാസം ക്വാർട്ടർലി ഒരു ചന്തയുണ്ട്. എല്ലാ 3 മാസവും കൂടുമ്പോൾ ഫസ്റ്റ് മൺഡേ, ട്യൂസ്ഡേ 2 ദിവസം നീങ്ങുന്നൊരു ചന്തയുണ്ട്. ആ മാർക്കറ്റിന്റെ പേര് സ്ലേവ് മാർക്കറ്റ്, അടിമച്ചന്ത. ആഫ്രിക്കയിൽ മുഖ്യമായിട്ടും
അടിമകളെ കൊണ്ടുവന്ന് ലൈനായിട്ട് നിർത്തും വിൽക്കാൻ. സ്ത്രീകളെയും പുരുഷന്മാരെയും എഫെസോസിൽ കൊണ്ട് നിർത്തും മാർക്കറ്റിൽ. യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും അവിടെയാണ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ. അതാണ് അവിടുത്തെ ബിസിനസ്. ഈ പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ചെല്ലും. അപ്പം അടിമയെ മേടിക്കാൻ ചെല്ലുക. മേടിക്കുന്ന ആൾ വീട്ടിൽ നിന്ന് ചിന്തിച്ചാൽ പോകുന്നത്, എൻ്റെ ജോലി, വീട്ടിലെ ജോലിക്ക്, അല്ലെ എൻ്റെ ഒട്ടകത്തെ നോക്കാൻ, എൻ്റെ ഫാമിനെ, അല്ലെ എന്തിനും ആയിക്കോട്ടെ, നമ്മുടെ കിച്ചൺ വർക്കിന് പറ്റിയ ഒരു അടിമ. ഇവരിങ്ങനെ പോയി അടിമകൾ ഇങ്ങനെ ലൈൻ, അതിന് നിയമമുണ്ട്. അടിമ 2 കൈയിൻ്റെ ഇങ്ങനെ വെച്ച് വേണം നിൽക്കാൻ. അവൻ്റെ വലത്തെ കാതിൻ്റെ മേളിലൊരു സൂത്രം ഇട്ടിട്ടുണ്ട്. ഈ റോഡിലൊക്കെ കാണാമല്ലേ സാത്താൻ്റെ അടിമകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അടിമയുടെ ലക്ഷണമാ ഈ വലത്തെ കാതിൻ്റെ മേളിലൊരു കിഴിച്ച് സൂത്രം തൂക്കിയിടും. ഇങ്ങനെ നിൽക്കണം. അപ്പോൾ മേടിക്കാൻ ചെല്ലുന്ന, എനിക്ക് എല്ലാവരും പേര് അറിയാമല്ല, കുഞ്ഞപ്പി ഭാഷ ചെല്ലുന്നെന്ന് വിചാരിച്ചു മേടിക്കാൻ. പുള്ളിക്ക് ഒരു അടിമ വേണം. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇന്നതിനെ കൊണ്ടുവരാൾ, വല്ലതിനെ കൊണ്ടുവരരുത്, അവിടെ എവിടെയും പോയി നല്ലതിനെ കൊണ്ടുവരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്നതിനെ കൊണ്ടുവരാവുള്ളൂ. കുഞ്ഞപ്പി ഭാഷ ഇങ്ങനെ നടക്കുക. ഞാനാ ഉടമസ്ഥനെ നോർത്തു, അടിമയെ ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ എൻ്റെ അടിമ അവിടെ നിൽപ്പുണ്ട്, ഞാൻ മാറി നിൽക്കുക, എനിക്ക് അവിടെ നിൽക്കാൻ നിയമമില്ല. അടിമകൾ മാത്രമാണ് ഒരു റോയിൽ. അപ്പോൾ കുഞ്ഞപ്പി ഭാഷ ഇങ്ങനെ നടന്ന് ചെന്നേ ഒരടിമയെ നോക്കിയപ്പം സംഗതി നോക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് പുള്ളിക്കാരത്തി പറഞ്ഞതെല്ലാം ഒക്കുന്നുണ്ട്, നീളവും പൊക്കവും മണ്ണവും എല്ലാം. അപ്പം ഇതിനെ നമുക്ക് നോക്കിയേക്കാന്ന് കൊണ്ട് ഈ അടിമയെന്ന് സംസാരിക്കാൻ നിയമമില്ല. കുഞ്ഞപ്പി പാഷ അടിമയുടെ ഷോൾഡർ 2 അടി അടിക്കും. ഉടനെ ഞാൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. എനിക്ക് മനസ്സിലായി എൻ്റെ അടിമയ്ക്ക് ഓഫർ വന്നു, ഞാൻ ഇങ്ങ് വരും, നിങ്ങൾ അടുത്തത് കേട്ടോണം. ഞാനും കുഞ്ഞപ്പി പാഷ തമ്മിൽ വില പറയാൻ പോവുക. അടിമയും കേൾക്കരുത്, ആരും അറിയരുത്. അതിനൊരു കോഡ് ഭാഷയുണ്ട്. എന്താണെന്നറിയാവോ? ഈ കുഞ്ഞപ്പി പാഷയുടെ ഒരു തുവാല കാണും. ആ തുവാല, അല്ലെ എൻ്റെ, ഞാനാണല്ലോ ഉടമസ്ഥൻ, എൻ്റെ ഒരു തുവാല കാണും. അത് ഞാൻ കുഞ്ഞപ്പി പാഷയുടെ വലത്തെ കയ്യിലിട്ടിട്ട് ആരും കാണാതെ അദ്ദേഹത്തിൻ്റെ 5 വിരളെ ഞെക്കിയാൽ $500, അഥവാ 500 രൂപ. അടിമയെ അറിയത്തില്ല. അപ്പോൾ കുഞ്ഞപ്പി പാഷ എന്നെ നോക്കിയിട്ട് ഇത് അതിനുള്ളതില്ല. പുള്ളി പറയും, എനിക്കത് വേണ്ട, ഒരു 100 കുറച്ചാണെങ്കിൽ 400 ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പി പാഷ എൻ്റെ ഈ അണിവിരളെ ഞെക്കണം. ഞാൻ പറയും, ആ പണിയൊന്നും നടക്കത്തില്ല. പിന്നെ ഒരു കച്ചവടം ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് തള്ളവിരളെ ഞെക്കിയാൽ 450. കുഞ്ഞപ്പി പാഷ പറഞ്ഞ്, ലാസ്റ്റ് എനിക്ക് വേണ്ട, ഞാൻ പോവുക അടുത്ത അടിമ നോക്കാൻ. പിന്നെ ഒറ്റ ഓഫർ, ഈ വിരളെ ഞെക്കും 425. ഉടനെ എനിക്ക് മനസ്സിലായി ഇനി കിട്ടുകയില്ല. ഉടനെ ഞാൻ ആ ടവലിനടിയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ 5 വിരളിലും പിടിച്ച് ഞെക്കിയാൽ 425 രൂപ ഡോളറിന് റുപ്പിക്ക് ഈ കച്ചവടം ഉറപ്പിച്ചു. അടുത്ത നടപടി എൻ്റെ പരിപാടിയാ. ഞാനൊരു ചെറിയ തുക അഡ്വാൻസ് അദ്ദേഹത്തിന് കൊടുക്കും. അവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വെള്ള പെയിന്റും ബ്രഷും വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞപ്പി പാഷക്ക് കൊടുക്കും. ഞാൻ എടുത്തേ ആ കുഞ്ഞപ്പി പാഷ ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷിൽ ആ വെള്ള പെയിന്റ് മുക്കിയിട്ട് ഈ അടിമയുടെ നെറ്റിയിൽ കുഞ്ഞപ്പി പാഷയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം K എന്ന് എഴുതും. പിന്നെ ഈ അടിമ എവിടെ നിന്നോ ഒരു കുഴപ്പമില്ല. പിന്നെ ആര് വന്ന് നോക്കിയാലും ഈ K കണ്ടപ്പോൾ മനസ്സിലായി ഇത് വിറ്റുപോയി. അതിനിട്ട് വില പറയാൻ പിന്നെ ആരും പോകത്തില്ല. ഇതിനെ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. എന്നിലും നിങ്ങളിലുള്ള അഭിഷേകം സാത്താൻ കണ്ടാൽ മനസ്സിലായി ഇത് തമ്പുരാൻ രക്തം കൊണ്ട് വിലക്കെടുത്ത് പോയി. ഇത് തമ്പുരാൻ രക്തം കൊണ്ട് വിലക്കെടുത്ത് പോയതാണ്. ഇതിനെ വിലക്കെടുത്ത സഹോദരി, നിന്നെ വിലക്കെടുത്തതാ. സഹോദര, നിന്നെ വിലക്കെടുത്തതാ. അതിന്റെ അഡ്വാൻസ് തന്നിരിക്കുക. അവന് മനസ്സിലായി ഇനി കളി നടക്കത്തില്ല, പിന്നെ തന്ത്രവും കൊണ്ട് വരത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്, സ്വന്തം ജനത്തിന്റെ പുകഴ്ചയ്ക്കായി അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തേതാ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ. ഈ സൈൻ ബോർഡും കൊണ്ടൊക്കെ പോകാനുള്ള ആർജവം എവിടുന്ന് കിട്ടി? ആ സഹോദരൻ ഈ ട്രാക്റ്റും കൊണ്ടുവരാനുള്ള ആർജവം എവിടുന്ന് കിട്ടി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. മൂന്നാമത്തേതാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ. നാം ആരാധിക്കുന്നത് ഫിലിപ്പിയർ 3:3 ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുക ആരാധിക്കാൻ. മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ്. നാലാമത്തെ കാര്യം എന്തറിയാവോ? ഇന്നലെ ഞാൻ ചിന്തിച്ചതാ, പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. അഡ്വൈസിങ്. ദൈവാത്മാവ് നടത്തപ്പെടുന്ന എവരും ദൈവത്തിന്റെ മക്കൾ. നമ്മളെ പരിശുദ്ധാത്മാവ് അഡ്വൈസിന് കൂടെയുണ്ട്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഡ്വൈസ് കേൾക്കാതെ ഗൂഗിളിന്റെ പുറകെ പോയാലേ അപകടം. പരിശുദ്ധാത്മാവ് നടത്തും. ഏത് കാര്യത്തിനാ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ആലോചന? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ?
ജോലിയാണോ, വിവാഹമാണോ, ട്രീറ്റ്മെന്റ് ആണോ, സാമ്പത്തികമാണോ, എന്ത് കാര്യത്തിനും പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറഞ്ഞു തരും. അഞ്ചാമത്തെ കാര്യം, ടു മെയിൻറ്റെയിൻ എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. വല്ലച്ചാതെയും ജീവിക്കാനല്ല, ക്രിസ്തുയേശുവിനെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം സകലത്തിലും ഞാൻ മതി. അഞ്ചാമത്തെ കാര്യം അതാ, നമ്മൾ ജയജീവിതം നയിക്കാനുള്ളവരാ. സെക്കുലർ ലോകത്തിൽ നിങ്ങൾ മിടുക്കരായിട്ട് മാറണം. നിങ്ങൾ സെക്കുലർ ലോകത്തിൽ മിടുക്കരായിട്ട് മാറണം. പച്ച മലയാളത്തിൽ പറഞ്ഞ പെന്തിക്കോസുകാരൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അനുഗ്രഹിക്കപ്പെടണം. കാരണം അഭിഷേകമുള്ളവൻ അവിടെ ജോലി ചെയ്യുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന പേഷ്യൻ്റ്, നിങ്ങളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെഡിക്കൽ വിമൺ ആണോ, ഗേളാണോ, നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്ത മരുന്നല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ രോഗിയിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് ഡിവൈൻ ഹീലിംഗ്. ജയകരമായ ജീവിതം നയിക്കാനാ. ആറാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് സാത്താനോട് പോരാടാനാ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് നടന്നു പോകുമെന്നല്ല. അപ്പൊ വാസ്തവത്തെ പേടിയാർക്കാ? അവനാ. പക്ഷെ നമ്മളീ പലർക്ക് പേടി അവനെയോ. അവനാരാ? നമ്മുടെ കർത്താവ് ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം. അവനോ അലറുന്ന സിംഹം എന്ന പോലെ ഫെയ്ക്കാ, വെറും ഫെയ്ക്കാ. സാത്താ ചുമ്മാതെ അതും പറഞ്ഞ് പേടിപ്പിക്കുക. അവന്റെ പല്ലില്ലാത്തവനാ. അവന്റെ പല്ല് കർത്താവ് 2000 വർഷം മുമ്പ് പറിച്ചെന്നേ, ഇപ്പം വെപ്പുമല്ല. ആർട്ടിഫിഷ്യൽ തീറ്റ അവൻ്റെത്. പറഞ്ഞു താഴെ പോകും. അഭിഷേകമുള്ളതെന്ന് മത്സിച്ച് നോക്കിക്കേ, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ധൈര്യത്തോടെ പറയാം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. ലോകത്തിലെ യുദ്ധ ചക്രവർത്തിമാർക്ക് ആ പ്രൊവിഷൻ ഇല്ല, ഭരണകർത്താക്കൾക്കില്ല, പ്രഭുക്കന്മാർക്കില്ല, ന്യായാധിപന്മാർക്കില്ല. അഭിഷേകമുള്ള ദൈവമക്കൾക്ക് സാത്താനോട് എതിർക്കാം. ഈ അവനെ ഞാൻ രസകരമായൊരു സംഭവം പറയാം. 5-10 മിനിറ്റുണ്ട്. അവൻ ആരാ? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. ഞങ്ങളുടെ കോട്ടയം ടൗണിൽ, കോട്ടയംകാരനാണ് സണ്ണി ബ്രോക്കറൊക്കെ, അദ്ദേഹത്തിനൊക്കെ അറിയാം. കേക്കാറുള്ള ഒരു ജുവലറി ഉണ്ട്, ജോസ്കോ ജുവലേഴ്സ്. ഇന്നും അതുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ ഇന്നത്തെ കാര്യമല്ല, ഒരു 10-30 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിൻ്റെ വാതിൽക്കുള്ള ഒരു സെക്യൂരിറ്റി നിൽക്കുമായിരുന്നു. ഞാൻ ഈ നോവലിസ്റ്റൊക്കെ ആയിട്ട് ഇതൊക്കെ നോക്കും. ഇത്രയും സുന്ദരനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എൻ്റെ കളറാണെന്നറിയാവൂ. അവൻ്റെ ആ നിറം കണ്ട ആരും നോക്കും. അത്ര കളർ. മീശയോ ഒരു കെട്ടുവെള്ളം എടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും. അതാണ് അവൻ്റെ സെക്യൂരിറ്റിയാണ്. തലമുടിയാണെ ഒരു 25-30 കിലോ തലമുടി ഇങ്ങനെ ഇട്ടുപോലെ ഇങ്ങനെ കിടക്കുക. അല്ല യൂണിഫോം ഇട്ട് ഒറ്റ കണ്ണും. ഞാൻ എപ്പോഴും ഇവനെ ഇങ്ങനെ നോക്കും. വാസ്തവത്തിൽ നടന്ന സംഭവമാണ്. അതിൻ്റെ മാനേര് തരകനെന്ന് പറയും. എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റില്ല. ഇന്ന് പുള്ളി റിട്ടയറായി. ഞാൻ വിളിക്കുന്ന മോനെന്നാ. തരകനാ മാനേര്. ഞാൻ മോനോട് പറഞ്ഞു, എൻ്റെ മോനെ, ഇത്രേ സുന്ദരനെ പിടിച്ചേ നിങ്ങൾ സെക്യൂരിറ്റി ആക്കി നിർത്തിയത് മോശമായിപ്പോയി. ഇവനെ പിടിച്ചിട്ട് സെയിൽസ്മാൻ ആക്കി. ഒന്നുമില്ലേ പെമ്പിള്ളേരെ എവനെ കണ്ടോണ്ടേലും വളയെടുക്കട്ടെ. മോൻ എന്നോട് പറഞ്ഞ അച്ചായനോട് ഇപ്പം ഞാൻ ഇതിനൊക്കെ എന്നാ മറുപടി പറയാനാ? അച്ചായനാണെങ്കിലേ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളുമല്ല, സ്വർണം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ഒഴിഞ്ഞു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സംഭവം എന്നാന്ന്. ഞങ്ങളുടെ വീട്ടിലെ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, നല്ലൊരു ഡിസ്റ്റിങ്ക്വിഷ് ഗസ്റ്റ് വരിക ഉച്ചഭക്ഷണത്തിന്. അതുകൊണ്ട് അവരോടുള്ള ബഹുമാനത്തിന് രാവിലെ 6:30 പോയാൽ ഞങ്ങളുടെ കോട്ടയത്ത് അന്നത്തെ കാലത്ത് സണ്ണിപ്രദം അറിയാം, മാർക്കറ്റിൽ ചെന്ന്, ഇന്നത്തെ ബിസിനസ് ഒന്നുമില്ല, മാർക്കറ്റിൽ 6:30 എന്നാൽ നല്ല മീൻ കിട്ടും. അതിന് ഞാൻ രാവിലെ 6:15 പോവുക വണ്ടിയാൽ. അന്ന് എൻ്റെ ഡ്രൈവർ ആയിരുന്ന ആളാ ഇന്നും എൻ്റെ ഡ്രൈവർ റോയി. അതിലേ ഞാൻ അങ്ങോട്ട് പോവുക. അപ്പം എന്നാ മേടിക്കണം? നെയ്മീൻ മേടിക്കണോ, വറ്റ മേടിക്കണോ? മനസ്സിൽ ഇങ്ങനെ കിടന്ന് തുള്ളുക. വിരുന്നുകാരല്ലേ. വീട്ടുകാരത്തെയും പറഞ്ഞു, അവിടെ എവിടെയൊക്കെ നോക്കി ചീഞ്ഞതും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുന്ന് ഒരു തർജ്ജനം വീട്ടിൽ നിന്നുമുണ്ട്. ആ പേടിയുണ്ട്. ആ ടെൻഷനിൽ പോവുക. ജോസ്കോ ജുവലേഴ്സിൻ്റെ അവിടെ വന്നപ്പം മീൻ്റെ ചിന്തയും പോയി, വറ്റയും പോയി, നെയ്മീനും പോയി. എനിക്ക് ഇവനെ ഒന്ന് കാണണം ഒന്നുകൂടെ. രാവിലെ 6:45. ഞാൻ റോയിയോട് പറഞ്ഞു, റോയി വണ്ടി സ്ലോ വിടാൻ പറഞ്ഞു. ഇതിനാ ഇവനെ കാണാൻ. ദൈവമക്കളെ, നടന്ന സംഭവമാണ്, കേൾക്കണോ? ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുക. ഇവൻ ഈ കെട്ടുവെള്ളം എടുത്ത് ബാഗിലോട്ട് വെച്ചു. തലയിലെ 25 കിലോ ഉണ്ടല്ലോ, അതും എടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു 90 വയസ്സുള്ളൊരു പടുക്കിളവനാ.
ഊതിയാ താഴെ പോകും. അവനെ മീശയും വെപ്പിച്ച് തലമുടിയും വെപ്പിച്ച് അലക്കി തേച്ച് നല്ല സ്റ്റാർച്ചുള്ള ഉടുപ്പ് പിടിച്ച് നിർത്തിയിരിക്കുക. ഏത് കള്ളം കണ്ടാലും പേടിച്ചു പോകും. പക്ഷേ കള്ളം ചെന്ന് ഞോണ്ടിയാൽ മതി, ഇവൻ താഴെയാ. സാത്താൻ അഭിഷേകമുള്ളവർക്ക് ഇത്രയേ ഉള്ളൂ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. സാത്താനോട് എതിർത്ത് നിൽക്കണം. 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് രൂപാന്തരപ്പെടാനാ. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കാഹളം കേൾക്കുന്നത് ചെവിയിലല്ല, അകത്താ. അഭിഷേകമുള്ള ദൈവമക്കളുടെ പരിശുദ്ധാത്മാവാ കേൾക്കുന്നത് കാഹളം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ അഭിഷേകത്തെ നമ്മൾ ശരിക്ക് നമുക്ക് തന്നിരിക്കുന്നതിന് എൻ്റെ വാല്യൂ മനസ്സിലാക്കി ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് 6-ാമത്തെ. ബാക്കി ശക്തികൾ 4 ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് വരുമ്പോൾ എങ്ങനെ അറിയാം? ക്രിസ്തുവിൻ്റെ മനസ്സ് വരുന്ന അറിയാൻ ചില കാരണങ്ങളുണ്ട്. 1 ഫിലിപ്പിയർ 2:5 ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ എന്താ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള നമുക്കിത് വായിക്കാൻ എളുപ്പമാ. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രാക്ടിക്കലേക്ക് വന്നാൽ ഞാനും ഒരു മനുഷ്യനാ, നിങ്ങളും ഒരു മനുഷ്യരല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റി കുറയാൻ നമ്മൾ സമ്മതിക്കുമോ? ചിന്തിച്ചേ. യെസ്, അവിടെ ക്രിസ്തു താഴ്മ ധരിച്ചതുപോലെ നമ്മൾ താഴ്മ ധരിക്കണം. അല്പം ബുദ്ധിമുട്ടാ, പക്ഷെ ക്രിസ്തു താഴ്മ ധരിച്ചതുപോലെ ഞാൻ താഴ്മ ധരിച്ചാൽ ക്രിസ്തുവിന്റെ മനസ്സേ. 2 ക്രിസ്തുവിന്റെ മനസ്സ് എന്താണെന്നറിയാവോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെയാ വേർപിരിക്കും. ഞാൻ രാവിലെ പറഞ്ഞതാ, എന്ത് പ്രശ്നം വന്നാലും, എന്ത് ഭാരം വന്നാലും, മാരക രോഗം വന്നാലും, നാളെ മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞാലും, സകലതും നഷ്ടപ്പെട്ടാലും, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും, സൗന്ദര്യം നഷ്ടപ്പെട്ടാലും, മരണം സംഭവിച്ചാലും, എന്ത് സംഭവിച്ചാലും, എന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ഡിപ്പാർട്ട് ചെയ്യുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. 3-ാമത്തേത് എന്താ പറയുക? വളരെ മനോഹരമായ വാക്യമാണ്, നിങ്ങൾക്ക് കാണാതറിയാം. പക്ഷെ എൻ്റെ അർത്ഥം, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. 2 കൊരിന്ത്യർ 5:14. പക്ഷെ ഇംഗ്ലീഷ് ഉള്ളവരൊന്ന് വായിച്ചു നോക്കിക്കേ. ആ നിർബന്ധിക്കുന്നത് മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എഴുതുക. അവിടെ എഴുതിക്കുന്നത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് മീ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. നിർബന്ധിക്കുന്ന മലയാളത്തിൽ അന്നത്തെ രീതിയിൽ എഴുതിയതാ. അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിലുള്ളവരോട് നിങ്ങൾ നോക്കിയാൽ കാണാം, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് മീ. എന്തിനെ? പാപം ചെയ്യാതിരിക്കാൻ. അതുകൊണ്ടും ആയില്ല, എന്നെ നിയന്ത്രിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ട് പോകാതിരിക്കാൻ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹം നിയന്ത്രിക്കുന്നു. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. എന്നെ നിയന്ത്രിക്കുന്ന ആക്സിലേറ്റർ സ്വർഗത്തിലാ, അവിടുന്ന് എന്നെ നിയന്ത്രിക്കുന്നു. എത്ര മനോഹരമാ! ആകാശത്ത് 35,000 അടി പൊക്കത്തിൽ പറക്കുന്ന ഫ്ലൈറ്റിനെ താഴെ ഇരുന്നുകൊണ്ട് IT സ്പെഷ്യലിസ്റ്റ് നിയന്ത്രിക്കുന്നെങ്കിൽ, ഈ ലോകമാകുന്ന ഈ ആകാശത്തിൽ പറക്കുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തിലിരുന്നു കൊണ്ട് കർത്താവായ യേശു നിയന്ത്രിക്കുന്നു. വാക്കുകൾ ആവശ്യമില്ലാത്ത പറയാൻ സാത്താൻ നിർബന്ധിക്കുമ്പോൾ, പ്രതികാരം ചെയ്യാൻ നിയന്ത്രിക്കുമ്പോൾ, എന്നെ ക്രിസ്തുവിന്റെ സ്നേഹം നിയന്ത്രിക്കുന്നു. എന്താ? ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാ, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവളാ. എന്നെ പരിഹസിക്കുമ്പോൾ, എന്നെ വിമർശിക്കുമ്പോൾ, ദൈവദാസന്മാരെ സോഷ്യൽ മീഡിയയിൽ കൂടെ തേജോവധം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. 1 ക്രിസ്തുവിന്റെ താഴ്മ. 2 ഏത് പ്രശ്നത്തിലും ഞാൻ പുറകോട്ട് പോകത്തില്ല. 3 എന്നെ നിയന്ത്രിക്കുന്നു. 4 നിങ്ങൾക്ക് കാണാപ്പാടവാ, ഞാൻ വാക്യങ്ങൾ പറയണ്ട. രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിലും നശിക്കുന്നവരുടെ നടുവിലും വി ആർ ദ അരാമ ഓഫ് ക്രൈസ്റ്റ്. ജോൺസൺ ദാനിയേൽ ഭാഷയോട് പറഞ്ഞാൽ പുള്ളി 2 മണിക്കൂർ നിന്ന് കത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ്. പെർഫ്യൂം ഉപയോഗിക്കാത്തവരാരും ഇവിടെ ഇല്ല. ലോകത്തിലെ ഏറ്റവും വില പിടിക്കുന്ന പെർഫ്യൂം ഫ്രാൻസിലാണ്. അവർ ഗ്യാരണ്ടീഡാ.
ഏറ്റവും കളിപ്പീര് ഗൾഫിലുവാ. അടിച്ചേച്ച് വെളിയോട്ടിറങ്ങുമ്പോൾ മണം പോയി. നമ്മളെ പാമ്പിനെ പോലെ. അതിന് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം സയന്റിഫിക്കലി. പെർഫ്യൂം നല്ലതാണോ എന്ന് അടിക്കേണ്ടി എവിടെയെന്ന് അറിയാവോ? നമ്മുടെ പൾസിൽ അടിക്കണം. ഇടത്തേക്കേടെ ഇവിടെ ചെവിയുടെ പുറകിൽ അടിച്ച് നോക്കിക്കോ, നീണ്ടു നിൽക്കും. പൾസാണിത് റിസീവ് ചെയ്യുന്നത്. സെയിൽസ്മാനും സെയിൽസുകളും ഉടുപ്പാൽ അടുപ്പിച്ച് കളിപ്പീര. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എവിടെ? രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും നടുവിൽ. ഹല്ലേലൂയ. ഫ്രാൻസിൽ ഉണ്ടാക്കുന്നത് പോലെ നിലനിൽക്കുന്ന ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ദുഃഖം നടന്ന വീട്ടിൽ ചെല്ലുമ്പോൾ, മരണം നടന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ഉയർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. സാമ്പത്തിക ഭാരത്താൽ തകർന്നിരിക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പ്രവാചക ശിഷ്യയുടെ കുടവെല്ലാം നിറച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഡൈവോഴ്സിലൊക്കെ പിരിഞ്ഞാ നിൽക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നുകൂടെ മുറുക്കി രണ്ടാക്കാനല്ല നോക്കേണ്ടത്. അവിടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. കുഞ്ഞുങ്ങളെ, നിങ്ങളെ കൂട്ടിച്ചേർത്തത് കർത്താവാ. മറ്റേ പുള്ളിയാ വിരിക്കാൻ വരുന്നത് പറഞ്ഞാൽ ചേറിയും. ഡൈവോഴ്സ് സൈക്കോളജിസ്റ്റ് പറയുന്നത് 90% ഇഷ്ടം ഉണ്ടായിട്ടല്ല, വിൽ പവറിനെ പലപ്പോഴും പല ഈഗോയാണ് ഈ കുഴപ്പം. ഡിവോഴ്സിന്റെ കാരണം ഈഗോയാ. ആ ഈഗോ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പിരിമുറുക്കുകയല്ല ചെയ്യേണ്ടത്. ക്രിസ്തുവിന്റെ പരിമളം അവിടെ പരത്തിയാൽ അതിനെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അനുസരിക്കാത്ത മക്കൾ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ അനുസരിച്ച ക്രിസ്തുവിന്റെ പൗരസഭവാസന. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നോക്കിക്കേ. അനുസരിക്കാത്ത കുഞ്ഞുങ്ങളോട് പറയേണ്ടത് സൗരഭ്യവാസന. എടാ ഗുണം പിടിക്കാത്തത് നല്ല പറയേണ്ടത്, എടാ അനുസരണം കെട്ടത് നല്ല പറയേണ്ടത്. ലോകത്തെ സൃഷ്ടിച്ചവൻ 30 വയസ്സ് വരെ അപ്പന്റെ വീട്ടിൽ ആശാരിപ്പണി ചെയ്തു. തടിയുടെ നീളം കുറച്ച് കൊടുത്തു, ചിന്തയിലിട്ട് കൊടുത്തു, ആണിയടിച്ച് കയറ്റി. അനുസരണം. കുഞ്ഞുങ്ങളോട് ഈ സൗരഭ്യം ഒന്ന് കൊടുത്തു നോക്കിക്കേ. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. അടുത്ത പറയട്ടെ, നമ്മൾ ആരാ? ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തർ 1 കൊരിന്ത്യർ 4. ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും. ക്രിസ്തുവിന്റെ സ്വഭാവമാ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തിന്റെ മാർമികം പറയാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൈവമക്കല്ലാതെ ആർക്കും അറിയത്തില്ല. തകരാൻ പോകുന്ന ലോകം, തീരാൻ പോകുന്ന സമുദ്രം, കത്താൻ പോകുന്ന ആകാശം, ഇതെല്ലാം പറയാൻ ആർക്കാ അധികാരമുള്ളത്? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കാ. നമ്മൾ ആരാ? ദൈവീക മർമ്മങ്ങളുടെ ശുശ്രൂഷകന്മാരാ, ഗ്രഹവിചാരകന്മാരാ. ഒടുവിലായി പറയട്ടെ, വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ഓരോരുത്തർ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ. 2 കൊരിന്ത്യർ 5:20. എന്താ? 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. യുദ്ധം ഡിക്ലെയർ ചെയ്താൽ ആദ്യം ചെയ്യുന്ന പരിപാടി അംബാസഡേഴ്സിനെ മാറ്റും. കഴിഞ്ഞ കണ്ടില്ലേ? കുവൈറ്റിൽ കൊണ്ടുപോയി വീണ്ടും ഇറാൻ ഡ്രോൺ അടിച്ചു, കുവൈറ്റ് എയർപോർട്ടിൽ അടിച്ചു, തകർത്തു. ഉടനെ കുവൈറ്റിലെ ഗവൺമെന്റ് പറഞ്ഞു ഇറാനിലെ മുഴുവൻ ഡെലിഗേറ്റ്സ് സ്ഥലം 24 മണിക്കൂറിനകം കുവൈറ്റിലുള്ള ഇറാനിയൻ എംബസിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും 24 അവേഴ്സിനകം പൊക്കോണം. അവിടെ ഓർഡർ ഇട്ടു കുവൈറ്റിൽ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പേപ്പർ വായിച്ച് കാണും. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. കുവൈറ്റ് എയർപോർട്ടിൽ വീണ്ടും കൊണ്ട് ഡ്രോൺ. അവരോടനെ പറയും ഞങ്ങളുടേതല്ല, അമേരിക്കയുടെ വഴിതെറ്റി വന്നാൽ. ഒരു ഡ്രോണും വഴിതെറ്റിയൊന്നും വരത്തില്ല. അവരുടനെ വിളിച്ചു പറഞ്ഞു മുഴുവൻ കുവൈറ്റിലെ ഉള്ള ഇറാനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടു. 2 രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി സ്ഥാനാപതികളെ പിൻവലിക്കും. ഈ ഭൂമിയോടുള്ള ദൈവത്തിന്റെ കരുണ ഇവിടെ തീരാൻ പോകുന്നു. ഈ ഭൂമിക്ക് കൊടുത്തിരിക്കുന്ന ഓക്സിജൻ മാറ്റാൻ പോകുന്നു. ഈ ഭൂമിക്ക് കൊടുത്തിരിക്കുന്ന സൺറേ മാറ്റാൻ പോകുന്നു. ഈ ഭൂമിക്ക് തന്നിരിക്കുന്ന വെള്ളം രക്തമാകാൻ പോകുന്നു. ഇവിടുത്തെ വെള്ളം രക്തമാകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭൂമിയുടെ താപനില മാറി. അപ്പോൾ സ്വർഗം നോക്കുന്നത് കർത്താവിന്റെ സ്ഥാനാപതികളുടെ അംബാസഡേഴ്സ് നമ്മളെ വിളിക്കാൻ പോകുന്നു. ആ വിളി കേൾക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകാം. പരിശുദ്ധാത്മാവിൽ നിറയാം. കൃപമേൽ കൃപ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ.